നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഖാദറിന് ഈടായി കൊടുക്കാൻ അച്ഛന്റെ മുറിയിൽ കയറി ആധാരം എടുത്തത് ഞാനാ. വർഷേ, വീടൊക്കെ ഞാൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അറിയാതെ ഇനി നീ പുറം ലോകം കാണില്ല. ഏട്ടൻ ഇതെന്ത് പണിയാ കാണിച്ചത്? ഇനി ഞാൻ എങ്ങനെ അമ്പലത്തിൽ പോവും? ഒരു വഴിയുണ്ട്, അടുക്കള വശം വഴി പോവാം. അവിടെ ഞാൻ പൂട്ടിക്കഴിഞ്ഞടി. എന്തിനാ ഈ കിച്ചന്റെ ഭാഗത്തെ വാതിൽ ലോക്കാക്കിയത്? എന്ത് കഷ്ടം ഇത്! എന്നെ ഇപ്പൊ വീട്ടു തടങ്കലിലാക്കിയതുപോലെ ആയല്ലോ. എല്ലാ ഡോറും ലോക്കാണല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാ? വീട്ടിലെത്തുമ്പോ വാതിലുകളെല്ലാം ലോക്കായതിന്റെ കാരണം വർഷ ചോദിക്കും. അതിനുത്തരമായ ഒരു കള്ളക്കഥ ചിന്തിച്ചുണ്ടാക്കണം. എല്ലാ ഡോറും ലോക്കാണല്ലോ. ഞാനിനി എന്ത് ചെയ്യും? ഏട്ടാ, എന്താ ഇത്? പുറത്തേക്കുള്ള എല്ലാ ഡോറുകളും പ്രശ്നമാ. ഒന്നും തുറക്കാനോ പുറത്തേക്ക് ഇറങ്ങാനോ പറ്റുന്നില്ല. ഞാൻ ആകെ പേടിച്ചുപോയി. ഏട്ടൻ വന്നപ്പോഴാ ഒരു സമാധാനായത്. പക്ഷേ ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിച്ചതാ, ഈ വീടിന്റെ ലോക്കുകളെല്ലാം കംപ്ലൈന്റാ.
നന്നാക്കാനുള്ള ഒരു മെക്കാനിക്കിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. വാറന്റി ഉള്ള ലോക്കുകളാ. അപ്പൊ പിന്നെ ഫ്രണ്ട് ഡോർ എങ്ങനെയാ തുറന്നേ? അത് പിന്നെ ഫ്രണ്ട് ഡോറിന്റെ പൂട്ടിന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വാതിൽ പൂട്ടി തിരക്കിനിടയില് ഞാൻ ഓർക്കാതെ ചാവി കാറിലെടുത്ത് ഇട്ടുപോയതാ. സോറി. അത് പക്ഷെ ഇന്നെന്തോ പെട്ടെന്നൊരു തലപിരിപ്പ്. വർഷ സ്പെഷ്യലിറ്റി കുടിച്ചാലേ അത് മാറും. അല്ല ഏട്ടാ, എന്നാലും ഈ ചാവി. ഓ, അതിനൊക്കെയുള്ള പരിഹാരം നമുക്ക് കാണാന്നേ. ആദ്യം നീ ഇപ്പൊ ഒരു സ്പെഷ്യൽ ടീ എടുക്ക. ചെല്ലുന്നേ. ആരാ ഈ നേരത്ത്? മനോജ്, കേറി പോ മോനെ. മോനെ, അച്ഛനോടും ഏട്ടനോടും തെറ്റ് ചെയ്തു പോയി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. അമ്മ പണം തന്ന് സഹായിച്ചു. പെട്ടെന്ന് ലക്ഷ്യങ്ങൾ കയ്യിൽ വന്നപ്പോ എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്ത് ഇരട്ടിപ്പിക്കണമെന്നായി. വരും വരായികളൊന്നും ചിന്തിച്ചില്ല. എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ആ പണം തീർന്നപ്പോ കൊള്ളപ്പലിശയ്ക്ക് കടമെടുക്കേണ്ടി വന്നു. പലതും ചോദിച്ചു. ഒടുവിൽ ഖാദറിന് ഈടായി കൊടുക്കാൻ അച്ഛന്റെ മുറി കയറി ആധാരം എടുത്തത് ഞാനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.